വളരെ പ്രധാനപ്പെട്ട വാർത്ത. നടിയെ ആക്രമിച്ച കേസിൽ രാഷ്ട്രപതിക്ക് കത്തയച്ച് അതിജീവിത. മെമ്മറി കാർഡ് തുറന്നതിൽ ഉത്തരവാദികൾക്കെതിരെ നടപടിയില്ല. ചട്ടവിരുദ്ധമായി മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചെന്ന് വ്യക്തമായിട്ടും നടപടിയുണ്ടായില്ലെന്നും അതിജീവിത പറയുന്നു. ഷപ്ന സിയാദുണ്ട് വിവരങ്ങളുമായി. ഷപ്ന, വലിയൊരു നീക്കമാണ് അതിജീവിതയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രധാനമായ ഒരു വാർത്തയാണ് വരുന്നത്. ഈ നടി, അതിജീവിതയായ നടി രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. മെമ്മറി കാർഡ് തുറന്നതിൽ ഉത്തരവാദികൾക്കെതിരെ നടപടിയില്ല എന്നതാണ് പരാതി. ചട്ടവിരുദ്ധമായി മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചെന്ന് വ്യക്തമായിട്ടും നടപടിയെടുത്തില്ല എന്ന പരാതിയാണ് നൽകിയിട്ടുള്ളത്. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. ജുഡീഷ്യറിയുടെ ഭരണതലത്തിലാണ് നടപടിയെടുക്കേണ്ടത്. അതുണ്ടാകാത്ത സാഹചര്യത്തിൽ രാഷ്ട്രപതി ഇടപെടണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇത്തരം ഒരു ആരോപണം അല്ലെങ്കിൽ പരാതി ഉന്നയിച്ച് രാഷ്ട്രപതിയെ സമീപിക്കാനുണ്ടായ സാഹചര്യം തന്നെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും താൻ പരാതി നൽകിയിട്ടും തനിക്ക് നീതി ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് രാഷ്ട്രപതി ഈ വിഷയത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടാണ് കത്തയച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കേസിന്റെ അന്തിമവാദം നാളെ തുടങ്ങാനിരിക്കുകയാണ്. ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വാദം നാളെ അന്തിമവാദമാണ്. ഇതിൽ ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ ഈ കേസിൽ വിധി പറയും. ഇപ്പോൾ നിലവിൽ സാക്ഷി വിസ്താരം എല്ലാം തന്നെ പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിജീവിതയുടെ ഇത്തരത്തിലൊരു നീക്കം. 261 സാക്ഷികളെ ഇപ്പോൾ വിസ്തരിച്ചു കഴിഞ്ഞു. പ്രോസിക്യൂഷൻ സാക്ഷികളായി 261 പേരെ വിസ്താരം പൂർത്തിയാക്കി. അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിന്റെ സാക്ഷിയായി 3 പേരുടെ വിസ്താരവും പൂർത്തിയാക്കി. 3 പേരാണ് പ്രതിഭാഗത്തിന്റെ സാക്ഷിയായി വിസ്തരിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള നടപടികളെല്ലാം പൂർത്തിയായ ശേഷം നാളെ അന്തിമവാദം തുടങ്ങാനിരിക്കുകയാണ്. ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഒരു ആവശ്യമുന്നയിച്ച് നടി രാഷ്ട്രപതിയെ സമീപിച്ചിട്ടുള്ളത്. രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ പ്രധാനമായും പറയുന്നത് ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും തങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്ന കാര്യമാണ്. ഷപ്ന, ഈ പറയുന്ന പോലെ ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കുന്നു. ആ ഹർജി തള്ളുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി നടത്തിയ വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെടുന്നു. ഇതിലൊന്നും ഈ കോടതികളിലൊക്കെ അതിജീവിത മുന്നോട്ട് വച്ച ആവശ്യങ്ങളൊന്നും അംഗീകരിക്കപ്പെടാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രാഷ്ട്രപതിയെ സമീപിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളമാണ് ഈ ആവശ്യത്തിന്റെ സാധുത? അത് രാഷ്ട്രപതിയിലേക്ക് എത്തുമ്പോൾ എത്രത്തോളമാകും നിർണായകമാവുക? ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ കേസ് തന്നെ 2017 ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമായിരുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ, വലിയ വാർത്തകൾ വന്ന ഒരു സംഭവം തന്നെയാണ്. 2017 മുതൽ നിരന്തരം കോടതിയിൽ ഇത്തരത്തിലുള്ള കേസുകൾ ഈ രീതിയിൽ വരികയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു എന്ന രീതിയിലുള്ള ആരോപണം ഉയരുന്നത്. അതിനുശേഷം ഇത്തരം ആരോപണം ഉയർന്നതിന് ശേഷം നടി തന്നെ പലതവണ ഇതിൽ കൃത്യമായൊരു അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് നിരവധി തവണ ഹർജി നൽകുകയും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അടക്കം ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ ഈ കേസ് വന്നതിന് ശേഷം ഇതിൽ കൃത്യമായൊരു പരിശോധന വേണം എന്നാവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വിചാരണ നടത്തുന്ന എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസിനോട് തന്നെ ഇതിൽ അന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. അത്തരത്തിൽ അന്വേഷണം നടത്തി ഈ ജഡ്ജ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിൽ താൻ തൃപ്തിയല്ല. കാരണം ഈ റിപ്പോർട്ടിൽ പല അപാകതകളുമുണ്ട്. ഇതിൽ ഈ അനധികൃതമായി മെമ്മറി കാർഡ് പരിശോധിച്ചു എന്ന് ഈ ജഡ്ജിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം കണ്ടെത്തൽ നടത്തിയിട്ടും അതിൽ കൃത്യമായൊരു നടപടി സ്വീകരിച്ചില്ല എന്നായിരുന്നു ഈ നടിയുടെ ആരോപണം. അതിനുശേഷം സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതിയും ഈ ഹൈക്കോടതിയോട് തന്നെ ഈ വിഷയം പരിഗണിക്കാൻ പറയുകയും സുപ്രീം കോടതിയും ഇതിൽ കൃത്യമായൊരു ആവശ്യം അംഗീകരിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഷ്ട്രപതിയെ സമീപിച്ചിരിക്കുന്നത് നടി. ഇത്തരത്തിൽ തനിക്ക് നീതി ലഭിക്കണം. ഹൈക്കോടതിയും സുപ്രീം കോടതിയെയും താൻ സമീപിച്ചു. ജുഡീഷ്യറിയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കാര്യമായി പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ കൃത്യമായി നീതിപൂർവ്വം പ്രവർത്തിക്കേണ്ടത്. എന്നാൽ തനിക്ക് സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും നീതി ലഭിച്ചില്ല. ഈ സാഹചര്യത്തിൽ രാഷ്ട്രപതി ഇടപെടണം എന്നൊരാവശ്യമാണ് നടി ഉന്നയിക്കുന്നത്.